ഹലോ ഗൈസ്, വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കിച്ചടിയാണ്. അതായത് സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് അതാണ് കേട്ടോ. എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല, എങ്കിലും നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ചില ദിവസങ്ങളിൽ ഉപ്മാവ് കുറച്ച് ഈസിയാണല്ലോ ഉണ്ടാക്കാൻ. അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നെയ്യും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കൂടുതലായിട്ട് ചട്നിയാണ് യൂസ് ചെയ്യാറ്. കുറച്ച് മുളക് നന്നായിട്ട് ഇട്ടിട്ടുള്ള, പച്ചമുളക് നന്നായിട്ട് ഇട്ടിട്ടുള്ള ചട്നിയാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ അതുപോലെ ഇന്ന് അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ മോനാണെങ്കിൽ സെൻസസ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സൊക്കെ ലീവ് ആയതുകൊണ്ട് അവർക്ക് അവധി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു. പിന്നെ കുളിച്ച് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് സിറ്റ് ഔട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നല്ല മഴ വരാൻ പോകുന്നുണ്ട്. എന്നാൽ വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല രീതിയിലുള്ള വെയിലും വരുന്നുണ്ട്. ഒരു രണ്ടും കൂടിയ അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ പാലക്കാടൊക്കെ ഉള്ളത്. അത്യാവശ്യം മഴയുണ്ട്, എന്നാൽ വെയിലുണ്ടോ വെയിലും ഉണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ അവരെല്ലാവരും ഓരോ കാര്യങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ചേട്ടൻ ഫോണിലാണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് കുറച്ച് രാവിലത്തെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ലഞ്ചിലേക്കുള്ള പണിയും കൂടെ നോക്കണം കേട്ടോ. പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുമെങ്കിൽ തന്നെയും മറ്റുള്ളവരുടെ റീൽസും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ടൈമിങ് കിട്ടുന്ന സമയത്തൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ നോക്കുന്നത്. സമയം കുറവായിരിക്കും, പല കാര്യങ്ങളിലും പെട്ടു പോകുന്ന കാരണം. എങ്കിലും നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോന്നും കാര്യങ്ങളൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കോവയ്ക്ക് ഉപ്പേരി വയ്ക്കാമെന്ന് കേട്ടോ വിചാരിച്ച്. മെഴുക്ക് പുരട്ടി പോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട് കോവയ്ക്കയും പച്ചമുളകും സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തേങ്ങ ഇട്ടിട്ടുള്ളൊരു ഉപ്പേരിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പടവലങ്ങയും പരിപ്പും ഞാൻ രാവിലെ തന്നെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് സവാളയും വറ്റൽമുളകും എല്ലാം കൂടെ നല്ല മുളക് ചേർത്ത് കടുകൊക്കെ ഇട്ട് ഇതാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതാണ് കേട്ടോ ചെയ്യുന്നത്. പടവലങ്ങയും പരിപ്പും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ പടവലങ്ങയ്ക്ക് പകരം നമുക്ക് അതിനകത്തേക്ക് വേറെ പലതും ചേർക്കാം. ചൊരയ്ക്ക അങ്ങനെ ചെയ്യുന്നവരുണ്ട് പരിപ്പ് കൂട്ടിയിട്ട്. അപ്പം ഞാനങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള ചാറായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട്. എപ്പോഴും സാമ്പാർ തന്നെ ആകുമ്പോൾ പറ്റൂലല്ലോ. മോൻ ഓൾറെഡി വെജിറ്റേറിയനും കൂടി ആയതുകൊണ്ട് എന്തായാലും വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ മാക്സിമം സാമ്പാറോ മോര് കാച്ചിയതോ കാളനോ അങ്ങനെയുള്ള, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും തീയൽ പോലെ അതൊക്കെ എന്തെങ്കിലും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവനത് എപ്പോഴും തൃപ്തിയായിരിക്കും. പിന്നെ എന്തെങ്കിലും ഉപ്പേരി, എന്തെങ്കിലും മീനോ നോൺ വെജൊക്കെ വാങ്ങിച്ചാലും നമ്മളത് ചെയ്ത് വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കോവയ്ക്ക് ഇതേപോലെ വാട്ടിയെടുത്തിട്ട് അത് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങയും കൂടി ഇട്ടിട്ട് ഉപ്പേരി പോലെ ആക്കി എടുക്കുക കേട്ടോ. കോവയ്ക്ക് ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങിക്കുന്നത് കൊണ്ട് പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നതാണ് കേട്ടോ. പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൂട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നമുക്കൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഫ്രൂട്ട്സ് ജ്യൂസിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ പൾപ്പി ആയിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ജ്യൂസിന് നല്ല പറ്റിയ സംഭവമാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് അവർക്കും കൊടുത്തു, ഞാനും ഒരു ഗ്ലാസ് കുടിച്ചു കേട്ടോ. ഈ പാഷൻ ഫ്രൂട്ട് ജ്യൂസും ഐസ്ക്രീമും ഒക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതായിരുന്നു. എനിക്ക് അത്ര വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കുടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള പൾപ്പാണ് കേട്ടോ അതിൽ വരുന്നത്. പിന്നെ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. കുറേ വാഷ് ചെയ്യാനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മഴ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് നല്ലൊരു വെയിലിൽ ഇതൊന്നും ഉണക്കി കിട്ടാനുള്ളൊരു പ്രശ്നം നമുക്കത് അങ്ങനെ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിൽ നോക്കി അലക്കിയത് വിരിച്ചിടാമെന്ന് വിചാരിച്ചാലും നമുക്ക് പറ്റാറില്ല. ഇടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു പാക്കറ്റിൽ കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അതും കൂടെ നല്ല മുളകൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അത് അവന് കുറച്ചൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എണ്ണയിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട്, നമ്മളത് റെഡിമെയ്ഡ് മേടിക്കാൻ നേരത്ത് അതിൽ ഉപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം വറുത്തെടുക്കുക കേട്ടോ. ആദ്യം എല്ലാം നമ്മൾ വറുത്തെടുത്തതിന് ശേഷമാണ് മുളക് ചേർക്കുക. അപ്പോൾ അവൻ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നു. അപ്പോൾ മുടി വെട്ടിയിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ആക്ച്വലി വലിയ തൃപ്തിയായില്ല മുടി വെട്ടിയത്. അതിങ്ങനെ പറയുമായിരുന്നു, കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വന്ന് കിടക്കും. പിന്നെ പഠിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ ഫ്രഞ്ച് ഫ്രൈസും വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് നല്ല മുളക് പൊടി അങ്ങോട്ട് ഇട്ടു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ചെയ്യുക. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഊണിനോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനോ എന്തിനു വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഇപ്പോൾ ഇഷ്ടമാണല്ലോ. എപ്പോഴും കഴിച്ചാലും കൊള്ളൂല കേട്ടോ, പൊട്ടറ്റി ആയതുകൊണ്ട് തന്നെ എപ്പോഴും കഴിച്ചാലും കൊള്ളില്ല. പക്ഷേ എങ്കിലും ഒരു ഉപ്പേരി പോലെ നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറിൻ്റെ കൂടെ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ.
പിന്നെ ചോറൊക്കെ നേരത്തെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി മഴയൊക്കെ മാറി നിന്നൊരു വെയിൽ കണ്ടപ്പോഴത്തേക്കും ഞാനെന്നാൽ അലക്കിയതെല്ലാം വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ എപ്പം മഴ വരുമെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ എല്ലാം വിരിക്കാൻ തുടങ്ങിയിട്ടോ. എല്ലാം ഈ ഒരു കുറച്ചൊരു വെയിൽ നമുക്ക് തുണിയിലേക്ക് കിട്ടിക്കഴിയാൻ നേരത്തെ നമുക്ക് തുണി മടക്കി വെക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്കൊരു ഉന്മേഷമായിരിക്കും. അല്ല മഴ പെയ്ത് നിൽക്കുകയാണെങ്കിൽ ഒരു തണുപ്പ് അതിൽ നിന്ന് മാറിയിട്ടുണ്ടാവില്ലല്ലോ, അപ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ എല്ലാം ഓരോന്നും ഒരു അത്യാവശ്യം കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വിരിച്ചിട്ടു. ഇതാ വെയിൽ ആ പച്ച ഷീറ്റ് നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നത് ഈ പാലക്കാടൻ സമ്മർ വന്ന സമയത്ത് ചെടികൾക്ക് ഒന്നും വെയിൽ താങ്ങാൻ പറ്റാതെ ഇപ്പോൾ വെറുതെ ഒരു ഷീറ്റ് കെട്ടിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിറയെ ചെടികളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഉഷ്ണതരംഗത്തിന് നമ്മുടെ ചെടികളെല്ലാം തന്നെ വാടി പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ കുറച്ചൊക്കെ വേറെ നട്ട് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ സമ്മർ വരുമ്പോൾ ആ ചെടികളെല്ലാം ഈ പച്ച ഷീറ്റിൻ്റെ അടിയിലേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നല്ല ഡയറക്റ്റ് വെയിലടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കിളികളും അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ എന്നെ അപ്പോഴത്തേക്ക് നല്ല കൊടും മഴ വന്നു കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാ, നേരെ തന്നെ വിരിച്ചതെല്ലാം എടുത്തിട്ട് ഈ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ചെറിയ ലോങ് വീഡിയോ ആണ് കേട്ടോ. നമ്മളുടെ ഡെയിലി ഉള്ള ലൈഫിൻ്റെ കാര്യവും വീട്ടിലിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി വെറുതെ ഒരു ലോങ് വീഡിയോ ആക്കിയെന്ന് മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ.